ഹലോ ഫ്രണ്ട്സ്, ഇത് നമ്മൾ എവിടെ യാത്ര പോകുന്നതിന് മുന്നേ ഉള്ള ചെറിയ കലാപരിപാടികളാണ്. നമ്മുടെ ന്യൂ ഇയർ ഒക്കെ പനിയിൽ ഒലിച്ചു പോയിരുന്നു. എനിക്ക് 2 ദിവസമായിട്ടുള്ള സൗണ്ട് തിരിച്ച് കിട്ടിയിട്ട് ആ വിഷമമൊന്നും മാറ്റാനായിട്ട് എവിടെയെങ്കിലും പോകാമെന്ന് വിചാരിച്ചപ്പോൾ തൊട്ടടുത്ത് നമുക്ക് പോയി വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പുള്ളെന്ന് പറയുന്നത്. വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണിത്. നെൽപ്പാടങ്ങൾ തണ്ണീർത്തടങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഏരിയ ആണത്. നമുക്ക് എൻജോയ് ചെയ്യാനും ഒപ്പം തന്നെ മൈൻഡൊക്കെ സെറ്റാക്കി റിലാക്സ് ആവാനും ഫാമിലിയോടൊപ്പം വന്ന് വെറൈറ്റി ഫുഡൊക്കെ കഴിക്കാനും പറ്റിയൊരു ഡെസ്റ്റിനേഷനും കൂടിയാണത്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് NH66 ഹൈവേയുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ചില സ്ഥലങ്ങളിൽ മാത്രമായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട്. പുതിയ ഹൈവേയിൽ കയറിയാൽ വണ്ടികളുടെ സ്പീഡ് കൂടുന്നത് അറിയേയില്ല. അത്യാവശ്യം സ്പീഡിലാണ് വണ്ടികൾ പോകുന്നതെങ്കിലും ഞങ്ങൾ നോർമൽ സ്പീഡിലാണ് പോകുന്നത്. പക്ഷേ ഞങ്ങളുടെ സ്പീഡോമീറ്ററിൻ്റെ നീഡിൽ കംപ്ലൈൻ്റ് ആയിരിക്കുന്നത് കാണാം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പണി തരുന്നത് കൊണ്ട് ഇതൊന്നും യാതൊരു വിഷയമല്ല. ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടപ്പള്ളി മുതലാണ് ഈ ഹൈവേ സ്റ്റാർട്ട് ചെയ്യുന്നത്. നേരത്തെ ഈ ഹൈവേ NH17 ആയിരുന്നു. ഞങ്ങളിടയ്ക്ക് പെട്രോൾ അടിക്കാൻ കയറുന്നുണ്ട്. പെട്രോൾ അടിക്കുന്നതും ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത് ആയതുകൊണ്ട് സാധാ വണ്ടികളുടെ പോലെയല്ല പെട്രോൾ അടിക്കുന്നത്. ഫ്രണ്ട് ഭാഗത്താണ് നമ്മൾ പെട്രോൾ അടിക്കുന്നത്. നമ്മൾ നാട്ടികയിൽ നിന്ന് കട്ട് ചെയ്ത് ചെറിയൊരു റോട്ടിലേക്ക് കയറി അവിടെ ഒരു മഹാദേവന്റെ ക്ഷേത്രം കാണാം. അതിന്റെ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ പോളിടെക്നിക്കിന്റെ കോളേജാണ്. ഒരാൾ ഓർമ്മകൾ അയവർത്തുകൊണ്ട് ഫ്രണ്ട് സീറ്റിൽ നിന്ന് ഡ്രൈവ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ചെന്നെത്തുന്നത് നമ്മുടെ ശ്രീരാമന്റെ പ്രതിഷ്ഠയുള്ള തൃപ്രയാർ അമ്പലത്തിന്റെ കവാടത്തിന് മുന്നിലാണ്. ഇത് അമ്പലത്തിന്റെ പടിഞ്ഞാറേ നടയാണ്. 4 അമ്പലത്തിൽ പെട്ട ഒരു അമ്പലമാണിത്. പുഴയുടെ അരികിലായി അമ്പലത്തിന്റെ കിഴക്കേ നടയാണ്. ഗൂഗിൾ ഫോട്ടോസിലെല്ലാം ഈ ഏരിയ നല്ല ഭംഗിയിലായി കാണാൻ പറ്റും. മിനിഹതേ കാറി കിടന്ന് ഉറക്കമായി. അപ്പുറത്തൊരാളിതേ കുറുമ്പ് എങ്ങനെ കാണിക്കാന്നുള്ള റിസർച്ചിലാണ്. അങ്ങനെ നമ്മൾ ഇതാ പുള്ളിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഏകദേശം പുള്ളെത്തുന്നതിന് മുന്നേ തന്നെ മറ്റൊരു മനോഹരമായ സ്ഥലം കൂടിയുണ്ട്. താമരപ്പാടമാണിത്. എന്റെ പാർക്ക് ചെയ്ത് ഇറങ്ങിയപ്പോഴാണ് അതിന്റെ സൈഡിൽ ഒരു ചെടി കണ്ടത്. ഈ ചെടി പണ്ട് നമ്മൾ സ്കൂളിൽ പോകുമ്പോഴേക്കും ഉണങ്ങിയത് പറിച്ച് കിലുക്കി കഴിഞ്ഞാൽ കിലുക്കാൻ പറ്റിയെന്ന് കേൾക്കുന്ന ഒരു സൗണ്ട് നമുക്ക് കേൾക്കാൻ കഴിയുമായിരുന്നു. കുറേ നാൾക്ക് ശേഷമായിട്ടാണ് ഞാൻ ഈ ചെടി കാണുന്നത്. ഇപ്പോൾ നടന്നു പോകാതെ വണ്ടിയിൽ മാത്രം പോകുന്നത് കൊണ്ടായിരിക്കും ഇത് ശ്രദ്ധയിൽ പെടാതിരുന്നത്. ഞാനതെടുത്ത് കുറച്ച് നേരം കിലുക്കി നോക്കി. വേറൊരാൾ എൻ്റെ പുറകെ അത് നോക്കാൻ വേണ്ടി വന്നു. പച്ചയാണ് അയാൾ ആദ്യം പറിച്ചത്. കടിച്ചു നോക്കുന്നുണ്ട്. ഞാനത് കഴിക്കുന്ന സാധനമല്ല എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ഉണങ്ങിയത് കൊടുത്തിട്ട് കിലുക്കി കാണിക്കുന്നുണ്ട്. ക്ലിക്കം സൂക്ഷ്മമായി ദർശിച്ചിട്ട് അത് കിലുക്കിയൊക്കെ നോക്കുന്നുണ്ട്. ഇവിടെ ഒരാൾ ഉറക്കത്തിൻ്റെ ഹാങ് ഓവറിൽ നിന്ന് മാറിയിട്ടേ ഇല്ല. പിന്നെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങി. താഴെയാണ് നമ്മളുടെ പാടമുള്ളത്. ഒരാൾക്ക് നമ്മളൊരു ചോക്ലേറ്റ് ഒക്കെ കൊടുത്ത് സെറ്റാക്കി നമ്മൾ താമര കാണാൻ പോവാന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകുന്നുണ്ട്. ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്നതെല്ലാം നെൽപ്പാടങ്ങൾ തന്നെയാണ്. താഴേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞാൽ അപ്പുറത്ത് നിറയെ താമരകൾ പറിച്ച് ബാക്കിയുള്ള ഏരിയയാണ് ആ കാണുന്നത്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇതുവഴി പാസ് ചെയ്ത് പോയപ്പോൾ ഫുള്ള് താമരകളായിരുന്നു. അപ്പോൾ ഇവിടെ എന്തായാലും വരണമെന്ന് പറഞ്ഞാണ് പോയത്. പക്ഷെ വന്ന് നോക്കിയപ്പോഴേക്കും താമരകളൊന്നുമില്ല. ഈ ഭാഗത്തായിട്ട് കുറച്ച് താമരകൾ ഉണ്ടെങ്കിലും ലോങ് ആയിട്ടാണ് കാണുന്നത്. മേറലാണെങ്കിൽ മീനെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. താമരയൊന്നും അവർക്ക് വിഷയമല്ല. വെള്ളമുണ്ടെങ്കിൽ മീനും ഉണ്ടെന്നാണല്ലോ. അതുകൊണ്ട് മീനെ നോക്കാമെന്ന് വിചാരിച്ച് മീനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൾ ആ ചെടിയിൽ നിന്ന് പറിച്ച് കാവച്ച് കിലുക്കി നോക്കുന്നുണ്ട്. അവൾക്ക് അതിൻ്റെ സൗണ്ട് ഇഷ്ടമായും തോന്നുന്നു. മിനിയാണെങ്കിൽ ഉറക്കത്തിൻ്റെ ഹാങ് ഓവറിൽ നിന്ന് മാറിയിട്ടില്ല. ഓണായി വരച്ച് സമയം എടുക്കുമെന്ന് തോന്നുന്നു. ഏറെ നേരത്തെ നിരീക്ഷണത്തിന് ശേഷം അവളൊരു മീനെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ വഞ്ചി താമര പറിക്കാനായി യൂസ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. ഞങ്ങളിവിടെ നിൽക്കുമ്പോഴും അപ്പുറത്തെ സൈഡിൽ താമര പറിക്കുന്ന 2 പേരെ കണ്ടു. കുട്ട പോലെ ഇരിക്കുന്ന വഞ്ചികളും ഉണ്ട്. അവിടെ വരുന്നവർക്ക് കയറാനായിട്ടുള്ളതായിരിക്കും. ഇപ്പുറത്തെ സൈഡിൽ തന്നെ നെൽപ്പാടങ്ങളാണ്. നമ്മൾ പോകാനിരിക്കുന്ന പുള്ളുപാടങ്ങളുമായി കണക്റ്റഡ് ആയിട്ടുള്ള ഏരിയ തന്നെയാണിത്. നെല്ലുകളൊന്നും ആയിട്ടില്ല. കുറച്ചിങ്ങനെ ആയി വരുന്നതേ ഉള്ളൂ. നോനിയുടെ ട്രീ ആണിത്. 5 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ എത്തിയാൽ ഈ ഒരു സൺലൈറ്റിൽ നമുക്ക് പുള്ളും താമരപ്പാടവും ആസ്വദിക്കാനായി പറ്റും. ഈ അറ്റം മുതൽ ആ അറ്റം വരെ നെൽപ്പാടങ്ങളാണ് കാണുന്നത്. ഓപ്പോസിറ്റ് സൈഡിൽ കൂടി തൃശ്ശൂർ പോകുന്ന റോഡും ഉണ്ട്. കൃഷി നശിക്കുന്ന രീതിയിൽ ഫോട്ടോസും വീഡിയോസും എടുക്കരുത്, അതിലൂടെ നടക്കരുതെന്നൊക്കെ പറഞ്ഞ് അവരെവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും ആളുകൾ അതൊന്നും ശ്രദ്ധിക്കാതെ തന്നെ ഫോട്ടോസും വീഡിയോസും എടുക്കുകയും അതിനിടയിലൂടെ നടന്നു പോകാനും ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളെ പരമാവധി ആസ്വദിക്കുക. പക്ഷേ അത് മറ്റുള്ളവർക്ക് ഉപദ്രവമാവുന്ന രീതിയിലോ അല്ലെങ്കിൽ കൃഷി നശിക്കുന്ന രീതിയിലോ ഒന്നും ചെയ്യരുത്. നമുക്കിപ്പോൾ ഇവിടെ കയറി നടക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. ഫോട്ടോസ് അത്യാവശ്യം വീഡിയോകളൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിലും അവർ ഒരുപാട് ഉപദ്രവമായി കഴിയുമ്പോൾ ചിലപ്പോൾ കയറണ്ടെന്നുള്ള നിലപാട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആസ്വാദനം പിന്നീട് ഉണ്ടാവില്ല. ഈ കൃഷിസ്ഥലം അല്ലെങ്കിൽ നെൽപ്പാടം എന്ന് പറയുന്നത് നമ്മൾക്ക് ആസ്വദിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല. ആസ്വദിക്കാൻ വേണ്ടി മാത്രമുള്ളതായിരുന്നെങ്കിൽ ഇതിങ്ങനെ കിടക്കില്ലായിരുന്നു. ആസ്വദിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ സ്ഥലം ഇങ്ങനെ തന്നെ തിരിച്ചവർക്ക് കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ്. പിന്നെ പാടത്തിന്റെ സൈഡിലായിട്ട് വേറൊരു കൃഷിയും കൂടി കാണാം, അച്ചിങ്ങ. ഇവിടെ ഇതിന് പയറെന്നാണ് പറയുന്നത്. ചേട്ടനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അച്ചിങ്ങ എന്നുള്ള പേര് പറയാൻ നിൽക്കരുതെന്ന്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് അച്ചിങ്ങ എന്നാണ് പറയുന്നത്. ഇവിടെ പക്ഷേ പച്ചപ്പയർ എന്നാണ് പറയുന്നത്. അതായത് സാധാരണ നമ്മൾ ചെറിയ
പയറും വൻപയർ, അതെല്ലാം ഉണക്കപ്പയറും, ഇതിനെ പച്ചപ്പയർ എന്നാണ് ഇവിടെ പറയുന്നത്. തൊട്ടടുത്തുള്ള ചെടി എന്താണെന്ന് കൂടി ഞാൻ നോക്കുന്നുണ്ട്. ഇനി പൂക്കളുടെ കൃഷിയും കൂടി ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി നോക്കിയതാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു. അവിടെ നിന്നും കുറച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മളുടെ പുള്ളെന്ന സ്ഥലമുള്ളത്. ഉറക്കം വേണ്ടിയിട്ട് കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ തന്നെ ചിലർക്കൊക്കെ വിശപ്പായിട്ടുണ്ട്. ഒരു ചോക്ലേറ്റ് ഒക്കെ കഴിച്ചങ്ങനെ ഇരിപ്പാണ്. അവിടെ നിന്ന് നമ്മൾ കുറച്ച് യാത്ര ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ തന്നെ പാടത്തിൻ്റെ കുറച്ച് ഏരിയസ് കാണാം. അവിടെ നിന്ന് എല്ലാം താമരകൾ പറിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നടന്നു പോകാൻ തന്നെ നല്ല ഭംഗിയാണ് ആ ഏരിയകൾ, വഴികളൊക്കെ കാണാനായിട്ട്. പഴയ കാലത്തിലേക്ക് പോയതുപോലെയാണ് നമ്മളിവിടെ എത്തുമ്പോൾ തോന്നുന്നത്. കാരണം ഫ്ലാറ്റുകളില്ല, ബിൽഡിങ്ങുകളില്ല, ഒന്നും തന്നെ ഇല്ല, തിരക്കില്ല, ബഹളമില്ല, വലിയ വലിയ കടകളില്ല. ചുറ്റിനും നെൽപ്പാടങ്ങളും ഗ്രാമങ്ങളും പുഴകളും ചാലുകളും മാത്രം. ഇത് അമ്പലമാണ്. ഇത് നമ്മുടെ മഞ്ജു വാര്യരുടെ തറവാടാണ്. ഈ അമ്പലത്തിനോട് ചേർന്നിട്ടുള്ളതാണ് ആ മഞ്ജു വാര്യരുടെ തറവാട്. ഇത്രയൊക്കെ യാത്ര ചെയ്തിട്ടും നെൽപ്പാടങ്ങളല്ലാതെ മറ്റൊന്നും തന്നെ കാണാനില്ല. കണ്ണുകൾക്ക് ജീവൻ നൽകുന്ന രീതിയിലുള്ള പച്ചപ്പുകളാണ് ഇവിടെ നിറച്ചുമുള്ളത്. ആലപ്പുഴയിൽ കുട്ടനാട് കൈനേരി ഭാഗത്താണ് ഞാൻ ഇതേപോലെ പാടങ്ങൾ കണ്ടിട്ടുള്ളത്. എന്നാലിത് നമ്മുടെ തൃശ്ശൂർ തന്നെയാണ്. അരിമ്പൂർ ഗ്രാമപഞ്ചായത്തിലാണ് ഈ പുള്ളി സ്ഥിതി ചെയ്യുന്നത്. പാലം കയറി ഇറങ്ങുന്നതോടെ നമ്മൾ പുള്ളിയിൽ എത്തിയെന്നാണ് അർത്ഥം. അപ്പോഴേക്കും ഒരുപാട് പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം വന്നവർക്ക് എന്തായാലും വീണ്ടും വരാൻ തോന്നുന്ന ഒരു സ്ഥലം കൂടിയാണിത്. സൈഡിലെല്ലാം കാണുന്നത് വെറൈറ്റി ഫുഡുകളുള്ള കടകളാണ്. നമുക്ക് അതിലേക്ക് പിന്നെ വരാം. വണ്ടി എന്തായാലും പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് നമുക്ക് എന്തായാലും ഇറങ്ങണം. ഓരോരുത്തരായിട്ട് ഇറക്കി വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഇറങ്ങുന്നത്. കണ്ടില്ലേ, ഇവിടെയും കണ്ണെത്താ ദൂരത്തോളം നെൽപ്പാടങ്ങൾ തന്നെയാണ്. അവിടെ സൈഡിലെല്ലാം അച്ചിങ്ങയാണ് കൃഷി ചെയ്തിരുന്നതെങ്കിൽ ഇവിടെ ദാ ജമന്തിപ്പൂക്കളാണ് കൃഷി ചെയ്തിരിക്കുന്നത്. നെൽകൃഷിക്കിടയിലൂടെ ആ ചുമന്ന പൂക്കളെല്ലാം നല്ല വിരിഞ്ഞു തന്നെ നിൽക്കുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. നോർമലായി ഇവിടെ തന്നെയാണ് എല്ലാവരും വണ്ടി പാർക്ക് ചെയ്യുന്നത്. ഇവിടെ നോ പാർക്കിംഗ് ഏരിയ ആണ്. ഇവിടെ പാർക്ക് ചെയ്യാനല്ലാതെ വേറെ നിവൃത്തിയില്ല. നമ്മൾക്ക് ഒരുപാട് ദൂരം നടക്കേണ്ടി വരും. നോ പാർക്കിംഗ് ഏരിയ ആണ്. നമ്മൾ പാർക്ക് ചെയ്യാൻ പാടില്ല. എങ്കിലും നമ്മൾ പാർക്ക് ചെയ്യുമ്പോൾ പരമാവധി മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പാർക്ക് ചെയ്തിട്ട് പോകാൻ ശ്രദ്ധിക്കണം. പിന്നെ ദാ ഈ ചെടി ഇവർ താമരപ്പാടത്ത് വെച്ച് തന്നെ ആവശ്യപ്പെട്ടിരുന്നു. പിന്നെ നമ്മളത് പറിച്ചു കൊടുത്തില്ലേ, ഇവിടെ തൊട്ടടുത്ത് കണ്ടപ്പോൾ തന്നെ പറിച്ചു കൊടുത്തതാണ്. ഇതൊരു പാട്ടിൽ മഞ്ജു വാര്യർ എടുത്ത് എറിയുന്നത് കൊണ്ട് നമ്മളിതിനെ മഞ്ജു വാര്യർ ചെടി എന്നൊക്കെയാണ് പറയുന്നത്. മാത്രമായി നമുക്കൊന്നും കൊടുക്കാൻ പറ്റില്ല. ഒരാൾക്ക് കൊടുത്താൽ പിന്നെ 2 പേർക്കും കൊടുക്കണം. ഇതേപോലെ എന്തെങ്കിലും പിടിക്കാൻ കയ്യിൽ കൊടുത്താൽ പിന്നെ നമ്മുടെ പകുതി ജോലി കഴിഞ്ഞിട്ടുണ്ട്. അവളത് കിട്ടിയപ്പോൾ തന്നെ ഇതാ മുറ്റടിക്കണ പോലെ റോഡൊക്കെ അടിച്ചു വാരാൻ നോക്കുന്നുണ്ട്. അങ്ങനെ അടിച്ചു തൂത്തുവാരി മുന്നോട്ട് പോയപ്പോഴേക്കും ദാ അവിടെ ബൺമസ്ക വെക്കുന്ന 2 പേരെ കണ്ടു. അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ രീതിയിൽ അറിയില്ലായിരുന്നു. ഞാനപ്പോൾ ചോദിക്കുന്നുണ്ട് ഇതെന്താണ് സാധനമെന്ന്. ബോർഡ് ഞാൻ കണ്ടില്ലായിരുന്നു. വെറുതെ വന്ന് നെൽപ്പാടങ്ങൾ കണ്ടു പോകൽ മാത്രമല്ല, അത്യാവശ്യം എൻ്റർടൈൻമെൻറ്റ്സ് ഉള്ള സ്ഥലമാണിത്. ബോട്ടിങ്ങും ഉണ്ട്, ഹോഴ്സ് റൈഡിങ്ങും ഉണ്ട് ഇവിടെ. പണ്ട് നമ്മൾ സിനിമയിലെല്ലാം നെൽപ്പാടത്തിൻ്റെ സൈഡിലൊരു ചക്രം പോലത്തെ സാധനം ഇങ്ങനെ കാലുകൊണ്ട് കറക്കുന്നത് കണ്ടിട്ടില്ലേ? അതിന് പകരമുള്ളൊരു മെത്തേഡാണ് കേട്ടോ ഇത്. 2 സൈഡിലെയും വെള്ളം കൺട്രോൾ ചെയ്യാണിത്. ബോട്ടിങ് മാത്രമല്ല, താമരപ്പാടത്ത് കണ്ട പോലത്തെ കുട്ട പോലത്തെ വഞ്ചിയും ഇവിടെ കാണാം. തിരക്കുകളില്ലാത്ത പാതയിലൂടെ നടക്കാൻ ഇഷ്ടമുള്ളവർക്ക് പറ്റിയൊരു സ്ഥലമാണിത്. ഹോഴ്സിനെ കണ്ടില്ലേ? ഹോഴ്സിനെ കണ്ടപ്പോൾ അവൾ പറയുകയാണ് ഹോഴ്സിൻ്റെ മേത്ത് ചോരയാണ്. അതിൻ്റെ വയറിൻ്റെ ഭാഗത്തുള്ള പാച്ച് കണ്ടിട്ടാണ് അവൾ പറയുന്നത് ചോരയാണെന്ന്. ഈ പട്ടീനെ കാണാൻ സാധാ പട്ടീനെ പോലെ ആണെങ്കിലും അതിൻ്റെ കാല് സാധാ പട്ടികളുടെ പോലെ നീളമില്ല. ഡാഷിൻ്റെ പോലത്തെ കാലുകളാണ് ഇതിന്. ഹോഴ്സ് റൈഡിങ്ങിന് 100 രൂപയാണ്. ഇവിടെ മുതൽ കുറച്ച് ദൂരം പോയി തിരിച്ചു വരുന്നതിനാണ് 100 രൂപ. കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഹോഴ്സ് റൈഡ് ചെയ്യാനായിട്ട്. ഓടലൊന്നുമല്ല, പതുക്കെ നടന്നു പോയി തിരിച്ച് നടന്ന് തന്നെ വരികയാണ് ചെയ്യുന്നത്. ഹോഴ്സ് പോയ പുറകെ ഞങ്ങളും പോകുന്നുണ്ട്. അവൾ ഇപ്പോഴും അതുകൊണ്ട് അടിച്ചുകൊണ്ട് നടക്കുകയാണ്. അവിടം വരെ പോയി തിരിച്ച് ഹോഴ്സ് വരുന്നുണ്ട്. വഴിയടിച്ച സാധനം എന്താ കുതിരക്ക് കൊടുക്കാൻ കൊണ്ടുപോകുന്നുണ്ട്. കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഇതിൽ കയറാനായിട്ട്. ഒരാൾ കയറുന്നതിൻ്റെ പുറകെ തന്നെ മറ്റു കുട്ടികളും കയറുന്നുണ്ട്. ആരും കയറില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിലും ഒരാൾക്ക് പുറകെ ഒരാളായിട്ട് കുട്ടികൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. അവളിതാ കുതിരയുടെ പുറകെ ഓടാണ് കുതിരക്ക് പുല്ല് കൊടുക്കാനായിട്ട്. ഇവിടെ ഒരാൾ കുതിരേനെ കണ്ടപ്പോൾ തൊട്ട് പേടിച്ച് നിൽക്കുകയാണ്. എല്ലാത്തിനോടും പേടിയാണ് പൊതുവെ ഇവൾക്ക്. ചണകത്തിൽ ചവിട്ടിയാൽ മുടി വളരുമെന്ന് പറഞ്ഞപ്പോൾ എന്നാ ഒന്ന് നോക്കട്ടെ എന്നായി അവള്. ഇവിടെ ഒരാൾക്ക് അങ്ങനെ ഒരു മുടി എനിക്ക് വേണ്ടാന്നാണ്. കുതിര അതിൻ്റെ ജോലി കൃത്യമായി ചെയ്യുന്നുണ്ട്. കുട്ടികളെ വളരെ സുരക്ഷിതമായി കൊണ്ടുവന്ന് ആക്കുന്നുണ്ട്. ഇവിടെ മേറിലാണെങ്കിൽ കുതിരനെ കൊണ്ട് ഇത് എങ്ങനെയെങ്കിലും തീറ്റിക്കാൻ നോക്കുക. ബസ് പോകുന്നത് ഒരു സൈഡില്, നമുക്ക് വേറൊരു സൈഡ് കൂടി ഉണ്ട് നടക്കാനായിട്ട്. ഈ അറ്റം മുതൽ ആ അറ്റം വരെ എന്തോരം വേണമെങ്കിലും നടക്കാൻ ഇഷ്ടമുള്ളവർക്ക് നടക്കാൻ ഒത്തിരി സ്ഥലമുണ്ട് ഇവിടെ. അവിടെ ഒരു കൊക്കിരുന്നപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട് മേറലെ അത് എന്ത് ബേഡാന്ന്. അപ്പോൾ അവള് പറയുന്നുണ്ട് അത് കൊക്കാന്ന്. സാധാരണ എന്ത് ബേഡിനെ കണ്ടാലും കാക്കാന്നാണ് പറയാറ്. ഭാഗ്യത്തിന് ഈ പ്രാവശ്യം കൊക്കെന്ന് പറയുന്നുണ്ട്. മിൻഹ വന്നപ്പോൾ മിൻഹയോട് ഞാൻ ചോദിക്കുന്നുണ്ട് അത് എന്ത് ബേഡാന്ന്. പിന്നെ നമ്മളവിടെ പാലത്തിൽ കയറി കുറച്ചു നേരം വെള്ളത്തിലോട്ടൊക്കെ നോക്കി നിന്നാൽ അടി നല്ലതായിട്ട് കാണാൻ പറ്റും. അത്രയ്ക്ക് തെളിഞ്ഞ വെള്ളമാണ്. ഇവിടുത്തെ കുട്ടയിലൊക്കെ കയറ്റി കറക്കുന്നുണ്ട് ആളുകളെ. താഴേക്ക് നോക്കിയാൽ കുറേ മീനുകളെ കാണാം.
ഒരാളോട് ഞാൻ പറയുന്നുണ്ട്, ഇതേ സൂക്ഷിച്ച് നോക്കിയാൽ മീനെ കാണാം, അവിടെ കണ്ടതിലും വലിയ മീനെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ചേട്ടനോട് ചോദിക്കുന്നുണ്ട് ഇത് എന്ത് മീനാണ്. അപ്പോൾ കോലാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ കോല് പോലെയാണ് ഇരിക്കുന്നത് ആ മീൻ, അതുകൊണ്ടായിരിക്കും അതിനെ കോലാൻ എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നോക്കിയാൽ നല്ല വ്യക്തമായി കാണാം കേട്ടോ, മീനുകൾ ഓടുന്നതും താഴെയുള്ള എന്തോ ചെടികൾ, വെള്ളത്തിലുണ്ടാവുന്ന ചെടികളൊക്കെ നന്നായി കാണാം. അത്രക്ക് തെളിഞ്ഞ വെള്ളം തന്നെയാണിത്. നമ്മൾ അവിടെ നിന്ന് പാല ഇറങ്ങി റൈറ്റ് സൈഡിലേക്ക് പോയാലാണ് ആ ബോട്ടിംഗ് ഏരിയയൊക്കെ ഉള്ളത്. ഇവിടെ നമ്മുടെ പാടത്തിന്റെ വെള്ളം നിയന്ത്രിക്കാനുള്ള റെഗുലേറ്റർ ആണുള്ളത്. ഇവർക്ക് ബോട്ടിംഗ് കാണുന്നതിന് മുന്നേ തന്നെ JCB കാണണം എന്ന് പറഞ്ഞു. ആൾക്കാർ JCB എല്ലാം അടുത്ത് കാണുമ്പോൾ ഒന്ന് തൊട്ട് നോക്കാൻ തോന്നാത്തത്. JCB അല്ല കേട്ടോ, ഇത് പണ്ട് ഹിറ്റാച്ചി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് ട്രാക്ക്ഡ് എക്സ്കവേറ്ററും JCB എന്ന് പറയുന്നത് ബാക്ക് ഹോ ലോഡറുമാണ്. JCB എന്ന് പറയുന്നത് ഇത് നിർമ്മിച്ച ആളുടെ പേരാണല്ലോ. എന്നാ പിന്നെ എനിക്ക് ഒന്ന് കണ്ടാൽ കൊള്ളാന്നായി. അവര് സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. അപ്പൊ ഇത് എന്താച്ചാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മേറലാണെങ്കിൽ അത് കണ്ടപ്പോൾ തന്നെ അത് ക്ലീൻ ചെയ്യാനാണ് നോക്കുന്നത്. അതിൽ പറ്റി പിടിച്ചിരിക്കുന്ന മണ്ണെല്ലാം തട്ടി കളയുന്നുണ്ട്. അപ്പം ഞാൻ പറയാം, അതിൻ്റെ പല്ല് പോലെ ഇരിക്കുന്ന ഭാഗം, വിരലിൻ്റെ നഖം പോലെ ഇരിക്കുന്ന ഭാഗം വെച്ചിട്ടൊക്കെയാണ് മണ്ണ് മാന്താനായി യൂസ് ചെയ്യുന്നതെന്ന്. വണ്ടിയിലിരിക്കുമ്പോൾ റോഡിലൂടെ ഇത് പോകുന്നത് കണ്ടിട്ടുണ്ടെന്നല്ലാതെ ആദ്യമായിട്ടാണ് ഇത് തൊട്ട് നോക്കാൻ പറ്റുന്നത്. അതിൻ്റെ കുറേ സംശയങ്ങളൊക്കെ ഉണ്ട്. സംശയങ്ങളൊന്നും തീരുന്നില്ല. ഇത് വെച്ചിട്ടാണോ ഇവിടെയെല്ലാം കുഴിച്ചത്, ഇത് വെച്ചിട്ടാണോ മണ്ണെടുത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നെ മാന്തോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവൾ. അടുത്ത സംശയമാണ് ഇതിൻ്റെ വീലെന്താ എങ്ങനെ ഇരിക്കുന്നത്. ഇതിൻ്റെ മാത്രം വീലെന്താ എങ്ങനെ ഇരിക്കുന്നത്. നമ്മുടെ വണ്ടിയുടെയും റോഡിലൂടെ ഓടുന്ന മറ്റേ വണ്ടികളുടെ വീലും ഒന്നും ഇങ്ങനെയല്ലല്ലോ. ഇതിൻ്റെ വീല് മാത്രം എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, ഇത് എങ്ങനെയാണ് റോഡിലൂടെ ഓടുന്നതൊക്കെ ചോദിക്കുന്നുണ്ട് മിൻഹ. സത്യത്തിൽ ഇതിനെന്താ പറയുന്നതെന്ന് എനിക്കും അറിയില്ല. അപ്പം ഞാൻ ചേട്ടനോട് ചോദിച്ചു ഇതിനെന്താ പറയുന്നത്. അപ്പോൾ ട്രാക്കഡ് എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇതിനെ ട്രാക്കഡ് എക്സ്കവേറ്റർ എന്ന പേര് വന്നതെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാളിൻ്റെ ചാണകത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കുതിരച്ചാണകത്തിൽ ചവിട്ടാൻ പറ്റാത്ത കാരണം മേറിലിതാ ഈ ചാണകത്തിൽ ചവിട്ടാൻ നോക്കുകയാണ്. ചേച്ചി എന്ന നിലയിൽ മിൻഹയെ പറയുന്നുണ്ട്, അമ്മാതെ ഇവള് ചാണകത്തിൽ ചവിട്ടാൻ നോക്കുന്നു, മോനെ ഇതിൽ ചവിട്ടല്ലേ എന്നൊക്കെ പറയുകയാണ് അവൾ. അടുത്ത കണ്ടുപിടുത്തമാണ് ദേ അമ്മ റോക്കറ്റ് പോകുന്നു. വരയിട്ട് പോകുന്നതെല്ലാം റോക്കറ്റാണെന്നാണ് അവളുടെ വിചാരം. ഞാൻ പറഞ്ഞു മോനെ അത് റോക്കറ്റില്ല, പണ്ടെല്ലാം ഞങ്ങൾ ജെറ്റ് പോകുന്നു എന്ന് പറയുമായിരുന്നു. എന്നാൽ അത് ജെറ്റ് എഞ്ചിൻ പിടിപ്പിച്ച എയ്റോപ്ലെയിൻ തന്നെയാണെന്ന് എനിക്ക് ഈയിടെയാണ് മനസ്സിലായത്. അപ്പോൾ പിന്നെ അവളെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ പിന്നെ ആ ബോട്ടിൻ്റെ ഏരിയയിലേക്ക് വന്നു. ഇവിടെയും ആളുകൾ വഞ്ചിയിൽ കയറാനുള്ള ധൃതിയിൽ തന്നെയാണ്. ഓരോരുത്തരും അവരുടേതായ രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മളങ്ങനെ ബോട്ടിംഗ് ഒക്കെ കൊണ്ട് നടക്കുമ്പോഴാണ് രണ്ട് ചേച്ചിമാർ വന്ന് പറഞ്ഞത്, കുട്ടികളുടെ കയ്യിലുള്ള സാധനം അങ്ങ് വാങ്ങിച്ച് കളഞ്ഞേക്ക്, അത് കണ്ണിൽ കൊണ്ടാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും, കണ്ണ് നീറുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു മോനത് കളഞ്ഞേക്ക്, അത് ഡേഞ്ചറാണ്. അവൾക്കത് കളയാൻ തീരെ താല്പര്യമില്ല. മറ്റവളത് കളഞ്ഞു. എന്തൊക്കെ പറഞ്ഞ് കളയാൻ ശ്രമിച്ചിട്ടും അവളത് കളയാൻ തയ്യാറാവുന്നില്ല. അതിൻ്റെ പകുതി തണ്ടൊടിച്ചിട്ട് കളയാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു മോനെ തണ്ടല്ല, ഈ ഭാഗമാണ് കണ്ണിൽ കുത്തിക്കൊള്ളണമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അമ്മ ഇത്രയും പറഞ്ഞതല്ല, എന്നാൽ ഒന്ന് കളഞ്ഞേക്കാം. പിന്നെ അത് ഒഴുകി പോവാത്തതായി പരാതി. പിന്നെ ഞാൻ അവിടെ അധികം നേരം നിർത്തില്ല. ഞങ്ങളിത് ആ കരിക്ക് കുടിക്കാൻ വേണ്ടി പോയി. അപ്പുറത്ത് ഐസ്ക്രീം വണ്ടി ഉണ്ടായിരുന്നേ. ഐസ്ക്രീം അങ്ങനെ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പനി മാറി വരുന്നതേ ഉള്ളൂ. ചുമ ഇപ്പോഴും ഉണ്ട്. അംഗനവാടിയിൽ മര്യാദക്ക് പോകാനായി തുടങ്ങിയിട്ടില്ല. അതിനിടയ്ക്ക് ഇനി ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ശരിയാവില്ല. അതുകൊണ്ട് ഞങ്ങൾ വേഗം കരിക്കിൻ്റെ സൈഡിലേക്ക് വന്നു. കരിക്ക് ഞങ്ങൾ ഒന്നേ വാങ്ങിച്ചുള്ളൂ. അപ്പം മേറിൽ ചോദിക്കുന്നുണ്ട് എൻ്റെ എന്തെന്ന്. ഞാൻ പറഞ്ഞു മോനെ ഒന്നേ ഉള്ളൂ, രണ്ടാളും കൂടി കുടിക്ക്. ഇവരുടെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. രണ്ടെണ്ണം വാങ്ങുമ്പോൾ ചിലപ്പോൾ ഇവർ രണ്ടാളും അത് വേസ്റ്റ് ആക്കും. ഒരെണ്ണം വാങ്ങിയാൽ പിന്നെ രണ്ടാൾക്കും അത് ആവശ്യം ഉണ്ടാവും. അതുകൊണ്ട് ഞങ്ങൾ ഒരെണ്ണമാണ് വാങ്ങിച്ചത്. ഇതിന് വേണമെങ്കിൽ രണ്ടാമത്തെ ഒരെണ്ണം വാങ്ങാമെന്നൊക്കെ വിചാരിച്ചു. ആ രണ്ടാളുടെ പിടിവലി കഴിഞ്ഞപ്പോഴേക്കും സ്ട്രോ ഒരു പരിവായി. അപ്പം ഞാൻ പറഞ്ഞു മോനെ സ്ട്രോ ഇല്ലാതെ കുടിക്കാൻ പറഞ്ഞപ്പോൾ അങ്ങനെ വേണ്ടാന്ന് പറയുന്നുണ്ട്. പിന്നെ അവൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, അമ്മ അവിടെ ഒരു സ്ട്രോ ഉണ്ട്, ആ പാപ്പനോട് ചോദിക്കുന്നൊക്കെ. ഞാൻ എന്താ ഇരുന്ന് കൊടുപ്പായി. ഞാൻ നിന്ന് കൊടുത്തുകൊണ്ടാണ് പെട്ടെന്ന് ആ സ്ട്രോ വളഞ്ഞ് കേടായിപ്പോയത്. ഞങ്ങളത് മുറിച്ച് നോക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ മുറിച്ച് നോക്കി. ഞങ്ങൾ വെള്ളമുള്ള കരിക്കാണ് വാങ്ങിച്ചത്, എങ്കിലും ചിലപ്പോഴൊക്കെ അത് പൊളിച്ച് നോക്കുമ്പോൾ അതിലുണ്ടാവാറുണ്ട്. അതോർത്തിട്ടാണ് ഞാൻ നോക്കാമെന്ന് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ പറഞ്ഞ പാഴ്സലായിട്ട് എടുത്തോന്ന് പറഞ്ഞു. അതമ്മ വീട്ടിൽ പോയി ഇവർക്ക് മര്യാദക്ക് കുടിക്കാം. ഇവിടെ ആകുമ്പോൾ അവരത് കുടിക്കുകയുമില്ല, തട്ടിമറിച്ച് കളയുകയും ചെയ്യും. അത് കണ്ടതോടെ അവൾക്ക് ഇഷ്ടമായി. കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞതോടെ ഫുഡ് കഴിക്കാനായി. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെറൈറ്റി ഫുഡുകളാണ് ഉള്ളത് കേട്ടോ. വെറൈറ്റി ഫുഡ് എന്ന് പറഞ്ഞാൽ കപ്പയാണ് മെയിൻ. അതായത് കപ്പ എന്ന് പറഞ്ഞാൽ ഇവിടെ കൊള്ളി എന്നാണ് പറയുന്നത്. കണ്ട കൊള്ളി എഴുതി വെച്ചിരിക്കുന്നത് കണ്ടോ. ഞങ്ങളുടെ നാട്ടിൽ കപ്പ എന്നാണ് പറയുന്നത്, ഇവിടെ കൊള്ളി എന്നും. കൊള്ളി ബീഫ്, കൊള്ളി കക്ക, കൊള്ളി മുട്ട, കൊള്ളി ചിക്കൻ, അങ്ങനെ ആ രീതിയിലുള്ള വെറൈറ്റീസാണുള്ളത്. ഞാൻ വാങ്ങിയത് എൻ്റെ ഫേവറേറ്റ് കക്കയാണ് കേട്ടോ. ഒരുപാട് നാളെ കക്ക കഴിച്ചിട്ട്. ഇവിടെ വരുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം കക്ക കഴിക്കുക എന്നുള്ളതാണ്. കക്ക തന്നെ നമുക്ക് പല വെറൈറ്റീസിൽ കിട്ടും. കക്ക മുട്ട, ഗ്രീൻ പീസ്, കക്ക, കൊള്ളി, അങ്ങനെയൊക്കെയാണ് വെറൈറ്റീസ് ഉള്ളത്. അപ്പോൾ ഞാൻ കക്ക മുട്ട എന്ന് പറഞ്ഞപ്പോഴേക്കും ഇവർ കേട്ടത് കാക്ക മുട്ട എന്നാണ്. അപ്പോൾ ഇവർ പറയുന്നുണ്ട് നമ്മൾ കാക്ക മുട്ട കഴിക്കാൻ പറ്റൂല എന്ന്. ഞാൻ പറഞ്ഞു കാക്ക മുട്ട അല്ല മോനെ, കക്ക മുട്ടയാണ്. ഇവരെടുക്കുന്ന കണ്ടാത്തോന്ന് ഇവരിപ്പോൾ തന്നെ അത് കഴിക്കുന്നത്. ഒരു വാഴ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവരത് തൊട്ട് നോക്കുക പോലും ഇല്ല. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, എന്നാൽ ഞാൻ കൊള്ളിയും ബീഫും കൂടി
വാങ്ങിച്ചുകൊണ്ട് വരുന്നു. കൊള്ളിയും ബീഫും അപാര ടേസ്റ്റാണ്. ഇവർ രണ്ടാളും അവിടെ നിന്ന് കഴിപ്പിക്കാത്തതുകൊണ്ടാണ് ഞങ്ങൾ മാറിയതാ ഇവിടെ വന്നിരുന്ന് കാറ്റൊക്കെ കൊണ്ട് കഴിക്കാമെന്ന് വിചാരിച്ചത്. അപ്പതേ ഇവിടെ 2 കുറുമന്മാർ വേറെ കണ്ടപ്പോൾ തന്നെ അടുത്തേക്ക് വരലായി ഓടലായി ചാടലായി. മേറലിനാണെങ്കിൽ അതിന് എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഈ വക സാധനങ്ങളൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്നത്തെ കാര്യം ഇവർ തന്നെ ആയിരിക്കും. അതിന് വന്ന് നോക്കി ഇതാ ഫോട്ടോയൊക്കെ എടുത്ത് കൊഞ്ചിച്ചൊക്കെ പോകുന്നുണ്ട്. മേറലാണെങ്കിൽ അതിനെ കൈയടിച്ചൊക്കെ കളിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ കണ്ടപ്പോൾ ഇവർ രണ്ടാളെയും പോലെ തന്നെ ഉണ്ട്. അതുകൊണ്ട് വീട്ടിൽ കൊള്ളാമെന്നൊക്കെ ഞങ്ങൾക്കും തോന്നി. പക്ഷേ വീട്ടിലങ്ങനെ കൊണ്ടുവന്ന് വളർത്താനുള്ള സിറ്റുവേഷൻസ് ഒന്നുമില്ല. ഇവർ രണ്ടാളെ നോക്കുന്നത് തന്നെ വലിയ പാടാണ്. ഇനി അതിനിടയ്ക്ക് അവരെയും കൂടി നോക്കണ്ടേ. ഞാൻ എന്താ ഇടയ്ക്ക് കൊള്ളിയും ബീഫും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. വായിൽ വെക്കുമ്പോൾ തന്നെ അലിഞ്ഞു പോവാണ്. നല്ല ടേസ്റ്റാണ്. ഇതാണെന്ന് തോന്നുന്നു ആ പട്ടിക്കുട്ടികളുടെ അമ്മ. നേരെ ഉരുട്ടിയതാ ലൈറ്റൊക്കെ ഓണായി എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല കേട്ടോ, ഇതിലും വെറൈറ്റീസ് ഉണ്ട്. പലിഞ്ഞിൻ, ബോട്ടി, പിന്നെ ചിക്കൻ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഏതായാലും ബിരിയാണി, കുഴിമന്തി, നെയ്ച്ചോറ്, ബുഹാരി എന്നതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കഴിക്കാൻ പറ്റിയ നല്ല ഫുഡ് തന്നെയാണ്. ഇവ തന്നെ ഇവരെ കണ്ടപ്പോൾ ഇത് എന്താണെന്നൊക്കെ ചോദിച്ചിട്ടാണ് പോയത്. അപ്പോൾ ഇവർ തിരിച്ചു വന്നപ്പോൾ ഞങ്ങളൊന്ന് നോക്കി. മാത്രം ആരും വരുന്നില്ലല്ലോ. രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ട് നിൽക്കുക എന്ന് തോന്നി വിഷമിച്ചിട്ടാണ് ഞങ്ങളിത് വാങ്ങാമെന്ന് വിചാരിക്കുന്നത്. എത്ര രൂപയാണെന്ന് ചോദിച്ചപ്പോൾ 20 രൂപയാണെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ രണ്ടാൾക്കും ഒരു ട്രയൽ പോലെ ഒരെണ്ണം വാങ്ങിച്ചു കൊടുത്തു. രണ്ടാൾക്കും എന്തായാലും ഇതാണ് നന്നായിട്ട് ഇഷ്ടമായത്. ഇവളുടെ ഫുഡൊന്നും നമ്മൾ അങ്ങനെ ഇങ്ങനെ കൊടുത്താലൊന്നും കഴിക്കില്ല. അവർക്കത് തോന്നി, അവർ കംഫർട്ടായി തോന്നി ഇരുന്ന് മര്യാദക്ക് കഴിച്ച് വെള്ളം കിട്ടുമെന്നൊക്കെ നോക്കിയിട്ടൊക്കെ മാത്രമാണ് അവർ കഴിക്കാറുള്ളൂ. ആ അറ്റം മുതൽ ഈ അറ്റം വരെ ജമന്തി പൂക്കളാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇവിടുത്തെ ബൺമസ് കഴിക്കുന്ന ധൃതിയിലാണ്. എനിക്ക് രണ്ടാൾക്കും ഇഷ്ടമായതുകൊണ്ട് നമ്മളതിടക്ക് ഒന്നും കൂടി വാങ്ങുന്നുണ്ട്. ഞാനിടയ്ക്ക് ഒന്ന് കഴിച്ച് നോക്കിയിട്ട് ഞാൻ ചോദിച്ചു ഇതിനകത്ത് എന്താ ബട്ടറാണോ ചോക്കോ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ വാങ്ങിയത് ചോക്ലേറ്റ് ഫ്ലേവറാണ്. കുട്ടികൾക്ക് ചോക്ലേറ്റ് ഇഷ്ടമായതുകൊണ്ട് ചോക്ലേറ്റ് ഫ്ലേവർ തന്നെയാണ് ഞങ്ങൾ വാങ്ങിയത്. മുകളിൽ എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു മുകളിൽ മോനെ ഓല മേഞ്ഞതാണ് കാണുന്നത്. ഓല മെടഞ്ഞുണ്ടാക്കിയത് വെച്ചിട്ട് മുകളിൽ മറച്ചിരിക്കുകയാണ്. മിനിഹയ്ക്ക് ഇഷ്ടമായതിൻ്റെ പ്രകടനങ്ങളാണ് ആ കാണുന്നത്. ആരും വാങ്ങുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞങ്ങളവിടേക്ക് ഒരു വാങ്ങാമെന്ന് വിചാരിച്ചത്. ഞങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവിടെ ആളുകളും ബഹളങ്ങളും തിരക്കുകളൊക്കെയായി. ഞങ്ങൾ പിന്നെ അവരോട് ബായൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് പോകും. ഇന്ന് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. ഇരുട്ട് തുടങ്ങി. ഇരുട്ടായതുകൊണ്ട് നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പം അത്രേ ഉള്ളൂ. ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടും കൂടി ഉണ്ടാവണം. ഓക്കെ, ബൈ, ടാറ്റ.